ഇത് ഒരു കൽപ്പിത കഥയല്ല. ഇതിലെ കഥയും കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളും സാങ്കല്പികവുമല്ല. ഇതൊക്കെ നേരത്തെ കേട്ടതും കണ്ടതുമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം തന്നെയാണ്. അത് കണക്കായിപ്പോയി. ഇത് ഒരുപാട് യുവതലമുറകളുടെ രോദനമാണ്, വേദനയാണ്. അറിയാമോ? ഇത് അവരുടെ സപ്ലി ആന്തമാണ്. എടാ, ചത്ത് പടായാലും നീയൊന്നും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലടാ. പോടാ, പോയി സപ്ലി എല്ലാം എഴുതിയെടുക്കാൻ നോക്കടാ. അവൻ്റെ ഒരു സപ്ലിയാന്തം, അവൻ്റെ ഒരു സപ്ലിയാന്തം. ഭാരം തലയ്ക്ക് മീതെ ഭാരം, കലിപ്പ് പരിവാരം, ചൊറിഞ്ഞു നാട്ടുകാരും. ലോകം തോൽവി ലോകം, തൊടുത്തു 100 ചോദ്യം, ഒടുക്കത്തെ ചോദ്യം, മടുപ്പ് കേറും നേരം, ഇളിച്ചു കൂട്ടുകാരും. തന്നെ ലക്ക് കെട്ട് ബ്രേക്ക് വിട്ട് കൊണ്ട് പോകും വണ്ടിയാ. ആരും കണ്ടപാടെ ഓടി വന്ന് പട്ടമിട്ട് പൂട്ടി വാ തുറന്ന് ചങ്കു പൊട്ടു ഉപദേശം. ഉള്ളിലോ അമർഷം, സംഘർഷം, തേഞ്ഞ ജീവിതം. പകടിച്ച ലൈഫിൽ എന്താ നിന്റെ ഫംഗ്ഷൻ? എന്തിനാണു ടെൻഷൻ? ലെറ്റ് മീ ടീച്ച് യു ലെസൺ. രക്ഷപ്പെടൽ ഹിതം, ഫേസ് ഫുൾ അരിശം, പോയിടാണു മന്നം ചിന്ത എന്നു തീരും പ്രശ്നം. നീ ആരിലോൺ മസ്കോ എന്നെ ജഡ്ജ് ചെയ്യാൻ? ക്ലൗഡിൽ ഇനി സെർവർ ഉണ്ടോ എന്റെ ഗ്രഡ്ജടക്കാൻ? നിരാശകൾക്കിടമില്ല മീട്ടു തന്ത്രേ, സ്വാഗതം ചൊല്ലു നവ ആശയങ്ങൾക്കെന്തരേ. ശ്രീകുട്ട, നിനക്കിനി ഇതുകൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. എന്റെ എൻട്രി എലിവേറ്റ് കോഡിംഗ് മുത്തപ്പാ. സ്പീഡ് കൂട്ടിപ്പായി പക്കടിച്ച ലൈഫിൽ തക്കടിച്ചു കയറിയ അഭിമാനം. നാട്ടിലാകമാനം, നാട്ടിലാകമാനം. ഓർക്കുവാനായി നഷ്ടമില്ല, തോൽക്കുവാനായി നേരമില്ല, വഴി പറഞ്ഞവരാരുമില്ല, ഞാൻ നിങ്ങളുടെ ഭാരമല്ല. മുന്നിൽ വന്നു നിന്ന യുവതാരം, ബ്രാൻഡ് ന്യൂ അവതാരം, നാട്ടിലാകമാനം. മുന്നിൽ വന്നു നിന്ന യുവതാരം, ബ്രാൻഡ് ന്യൂ അവതാരം, നാട്ടിലാകമാനം. ഇന്ന് കോട്ടപ്പട്ടയാളിൽ തന്ത്രമറിയും മന്ദിരേ, സ്വാഗതം ചൊല്ലുന്ന ആശയങ്ങൾക്കെന്തരേ. ഇന്ന് കോട്ടപ്പട്ടയാളിൽ തന്ത്രമറിയും മന്ദിരേ, സ്വാഗതം ചൊല്ലുന്ന ആശയങ്ങൾക്കെന്തരേ.